നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നമ്മളിപ്പോൾ ലുലു മാളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഒത്തിരി നാളെ നമ്മൾ കണ്ടിട്ട് ഹോളിഡേയിൽ. അപ്പോൾ ചുമ്മാ നമ്മളൊരു ഗെറ്റ് ടുഗെദർ, നമ്മൾ രണ്ടാൾ മാത്രം. ഇതിന് വലിയൊരു സ്റ്റോറി ഉണ്ടല്ലേ പറയാം നമുക്ക്. യെസ് യെസ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും ആദ്യം സീറ്റ് കണ്ടിരിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് മിനിസോക്ക് ചുമ്മാ കയറിയിട്ടുണ്ട്. ഇത് മിനിസാണോ? ആ, ഇത് മിനിസോ ഒരിക്കലും നമുക്ക് നോക്കാം. നമുക്കിവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ നമ്മളിവിടെ ഇവിടുന്ന് കയറിയിട്ട് വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ മിനിസോയിൽ കയറിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ടോയ്സും അതേപോലെ തന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്ത പാവയ്ക്ക് 62 dirhams ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ എല്ലാ ഷോപ്സിലും മ്യൂസിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ നമ്മളങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ ഷീറ്റ് മാസ്കിൻ്റെ സെഷനിൽ കുറേ ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. 350 dirhamsൻ്റെയും 2 dirhamsൻ്റെയും 5 dirhamsൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് സെഷനിൽ ചുമ്മാ കയറിയതാണ്. അതേപോലെ തന്നെ അത് തിരിച്ചിറങ്ങി നല്ല റേറ്റായിരുന്നു. സോ അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. നമ്മൾ അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. ഇന്നിപ്പോൾ ഞാനാണ് ക്യാമറമാൻ. എക്സ്പെൻസീവ്. ചില ഗ്ലോസിനാണേലും ലിപ്സ്റ്റിക്കിനാണേലും നല്ല പൈസ. ട്രൈപ്പോഡ് വേണോ? ഓക്കെ, നമ്മളിപ്പോൾ ട്രൈപ്പോഡ് പിടിച്ച് നമ്മൾ ഏതോ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ്. നമ്മൾ പ്രൊഫഷണൽ തന്നെയാണ്. നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നുണ്ടോ? പക്ഷെ എനിക്ക് മ്യൂസിക് ഒരിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം ഗൈസ്. അവിടെ നിന്ന് നല്ല വിലയായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്കിനി വീഡിയോ എടുക്കാം, സാധനം നോക്കാം. നമുക്ക് ഇങ്ങനെ നടക്കാം, എല്ലാവരും നോക്കാം. 320. അപ്പോൾ നമുക്കൊരു 3:30 ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ഫുഡിൻ്റെ അങ്ങോട്ട്. നമുക്ക് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. എന്തായാലും എനിക്കറിയില്ല പ്രൊനൗൺസ് ചെയ്യാൻ. നിനക്കറിയാം? മൂമൂസോ. അങ്ങനെ നമ്മൾ മിനിസോന്ന് ഇറങ്ങിയിട്ട് പിന്നെ മൂമൂസോയോ അങ്ങനെ എന്തോ ഒരു നെയിമുള്ള ഷോപ്പിലാണ് കയറിയത്. എനിക്ക് ആ ഷോപ്പിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് നെയിം പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ അവിടെയും നല്ല സൗണ്ടിൽ സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. സോ അവിടെയാണ് മിനിസോ പോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ സോഫ്റ്റ് ടോയ്സ് ആയാലും ബാക്കി ടോയ്സ് ആയാലും പിന്നെ ബാഗ് ആയാലും സ്കിൻ കെയർ ഐറ്റംസ് ആയാലും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ മിറർ കാണുന്നിടത്തെല്ലാം പോയി ഫോട്ടോസും വീഡിയോസും പോസൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ വലിയ മിററായിട്ട് അവിടെ 2-3 മിറേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ. സോ നമ്മൾ കുറച്ച് മിറർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സെഷൻ സോഫ്റ്റ് ടോയ്സിൻ്റെ ആയിരുന്നു. അയ്യോ, കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങാനേ തോന്നില്ല. അത്രയും ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ടോയ്സ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. പൈനാപ്പിൾ, വാട്ടർമെലൺ, അവക്കാഡോ. അതും ഓരോ സൈസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് വലിയത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ കുറേ ടോയ്സ്. എല്ലാ ടോയ്സിൻ്റെയും സൈസ് വ്യത്യാസമുള്ളത് ഉണ്ട്. അതേപോലെ തന്നെ അതിന് റേറ്റും ഡിഫറൻസ് ഉണ്ട്.
അങ്ങനെ അതൊക്കെ നോക്കി. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. സോ ആ ബനാനേനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബനാനയും അവക്കാഡോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതൊക്കെ നോക്കി. അവിടെയാണ് നമ്മളെ നാട്ടിൽ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുന്ന കുഞ്ഞി ഇതേപോലെ താറാവും അങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ടാവില്ലേ, ആ സാധനം കണ്ടിട്ടിരുന്നു. നമ്മൾ ഒച്ച ഉണ്ടാക്കുന്ന ടക് 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 അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന സാധനം. പിന്നെ കുറേ ടൈപ്പ് ഓഫ് സ്ക്വിഷീസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. അതിനെന്താ, ആ ഒറ്റ പീസിന് 15 ദിറംസോ 16 ദിറംസോ മറ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആ സെഷൻ മൊത്തം ഇതേപോലെ സ്ക്വിഷീസും സ്ലൈമും ബാക്കി അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി. പിന്നെ ഇതേപോലെ കുറേ വാഷി ടാപ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സെറ്റാണ് തോന്നുന്നു. പിന്നെ അതിന് എത്രയോ 22 ദിറംസ്, പിന്നെ 12 ദിറംസ്, അങ്ങനത്തെ പല പല റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ കെ എഫ് സിയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. നമ്മൾ KFC അവിടെ എത്തി. അപ്പോൾ നമ്മളങ്ങനെ ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ്. ഓർഡർ നമ്പർ എത്ര? 28 എന്ന് വിളിക്കുമായിരിക്കും. വിളിക്കാതെ പിന്നെ ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഭയങ്കര ഷെയ്ക്കാവുന്നുണ്ടല്ലേ? നേരത്തെ പറഞ്ഞ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കാലമായി പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ വേണം. ആ അതെ, ഇങ്ങനെ പുറത്ത് ഷേക്കി ഡാൻസും കൂടെ കളിക്കായിരുന്നു. കൈ നമുക്ക് മാറ്റാം. അതെ, പുറത്ത് കുറേ കാലമായിട്ട് വരണമെന്ന് വിചാരിക്കാം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല രീതിയിലുണ്ടാവും. ബട്ട് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് പുറത്ത് വരണത്, ഫ്രണ്ട്സ് മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട്. അതെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ ഇപ്പോഴാണ് വെക്കേഷനിൽ നമുക്കൊന്ന് വരാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും നമ്മൾ 2 പേര് നാട്ടിലാണുള്ളത്. ബാക്കി നമ്മളെ 2 ഫ്രണ്ട്സ് നാട്ടിലാവും. അവരോട് ഇതുവരെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇല്ല, നമ്മൾ ലാസ്റ്റിൽ നമുക്കൊരു പിക്ചറെടുത്ത് അവർക്ക് കൊടുക്കാം, അയക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതായിരുന്നു നമ്മളെ പ്ലാൻ. കുറേ കാലമായിട്ട് വരണം എന്നുള്ളത്. ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് നടന്നു. ഹാപ്പിയാണ്. അതെ. ഇനി നമ്മൾ ഈ ഒരു കഴിക്കുന്ന സെഗ്മെന്റ് കഴിയുമ്പോഴത്തേന് അടുത്തൊരു സെഗ്മെന്റ് പുള്ളിക്കരുത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വഴി അറിയാം. പയ്യെ പറയാം അല്ലേ? അതല്ലേ എൻ്റെ ഒരു രസം. അതെ, ഐ വാണ്ട് ടു മേക്ക് ദിസ് വീഡിയോ സംതിങ് സ്പെഷ്യൽ ആൻഡ് ഫണ്ണി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഗെയിം കളിച്ചിട്ട് എങ്ങനെ വീഡിയോ സ്പെഷ്യൽ ആക്കാമെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടി പേനയും പേപ്പറും ഒക്കെ, ഞാൻ ഓർക്കുക ഈ ഷോപ്പിൽ പോകുമ്പോൾ പേനയും പേപ്പറും സംതിങ് ഫിഷി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. യെസ്. സോ ഞാൻ ചെയ്യുന്നതെല്ലാം അവൾക്കിട്ടായിരിക്കും പണി, അവൾ ചെയ്യുന്നതെല്ലാം എനിക്കിട്ടായിരിക്കും. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പണി കൊടുക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏതാ ഗെയിം ഏകദേശം എന്തെങ്കിലും കളിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും ഗസ് ചെയ്യും. എല്ലാവരും കമന്റ്സിൽ പറയൂ എങ്ങനെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ നമ്മൾ ലഞ്ച് ബ്രേക്ക് മീലാണ് ഓർഡർ ചെയ്തത്. ഫ്രൈസ്, ബണ്ണ്, ഗാർലിക് സോസ്, ടൊമാറ്റോ സോസ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വന്നത്. ഇനി നമ്മൾ കളി കഴിച്ച് വയറ് നിറഞ്ഞു. നമ്മുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇനി എൻ്റെത് നോക്കാം. എൻ്റെത് ഒരു ഗ്രീൻ കോട്ട് സെറ്റ്. സോ നമ്മൾ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റ് എന്താന്ന് പറയട്ടെ.
നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലോട്ടാണ് കളിക്കുന്നത്. ഈ കുട്ടിയാണ് പറഞ്ഞത് നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം. ഇനി നമ്മൾ ഇവിടെ തന്നെ നമ്മളിങ്ങനെ ഓടിയും ചാടിയും നടക്കും. ഫസ്റ്റ് നമുക്ക് ഒരു കുപ്പി വെള്ളം അതാണ് ലക്ഷ്യം. ഞാനാണെങ്കിൽ KFC കയറിയിട്ട് അവരിങ്ങനെ നമ്മൾ നോക്കുകയാണ്. എന്നുവെച്ചാൽ അവരുടെ ഇല്ല ആ സ്റ്റാഫ്, ആ ചേച്ചി സിസ്റ്റർ, അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണോ ഞാൻ നമ്മൾ പറഞ്ഞ അതെ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, എൻ്റെ ഫ്രണ്ട്. ഓക്കെ ഇല്ല അങ്ങനെ പറയില്ല. ബിക്കോസ് എൻ്റെ കൂടുതൽ വീഡിയോസിൽ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ശരിക്കും ഇവർ ഉള്ളപ്പം ഹാൻഡ്ര ഉള്ളപ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക. എപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറേ ടേക്ക് പോയി എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവാണ്. ഇവളുള്ളപ്പോഴാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ലെവൽ അത് സ്പീക്കായിരിക്കും. താങ്ക് യു ബേബി. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നമ്മളെ തള്ളി പറയില്ല. സോ നമ്മൾ അങ്ങനെ പറഞ്ഞ ഹെഞ്ചാറ് ആൻറ്റി വാസ് സോ സ്വീറ്റ്. ആൻറ്റി നമ്മളോട് ചോദിച്ചു യു ഗൈസ് ആസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഞങ്ങൾ യെസ്. എന്നിട്ട് ആൻറ്റി ഫോൺ തന്നിട്ട് നമ്മളാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമ്മൾ താങ്ക് യു സോ മച്ച് ആൻറ്റി. ആൻറ്റി ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഗൈസ് നമ്മളിപ്പോൾ ഒരു ഡ്യൂ വാങ്ങി നമ്മുടെ തേഴ്സ്റ്റ് ഒന്ന് അടുക്കാനായിട്ട്. അതിന് നമ്മളെ പ്ലാന് നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ വേണ്ടി പോവാണ്. ചേട്ടൻ്റെ ഫോണിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയാമോ? ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് കൂടുതലൊന്നുമില്ല. ഞാൻ പറയാം, ആദ്യം പറയാനുള്ളത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കണം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സീസർ കളിക്കണം. 1 2 3 സ്റ്റാർട്ട്. റോക്ക് പേപ്പർ സിസർ ഷൂട്ട്. ഓക്കെ, ഞാൻ വിന്നായിരിക്കുന്നു ഗൈസ്. സോ യു ദ വിന്നർ. ഫസ്റ്റ് നമുക്ക് തൃപ്തിന്ന് തുടങ്ങണോ? എന്നോട് ചോദിച്ചാൽ അതെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ട്രൂത്ത് ഓർ ഡെയർ? ഓഫ് കോഴ്സ് ട്രൂത്ത്. ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് എന്നെ കൊണ്ടുപോകണം പൈസ. ഓക്കെ ഗൈസ്, നമുക്ക് ചോദിക്കാം. What's one lie that you have not told your parents that they still don't know about? സത്യം ഇല്ല, എൻ്റെ ബ്രെയിൻ, മൈ ബ്രെയിൻ. സോ ഞാൻ പറയാം, പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഒരു കാര്യം ഒന്നുമില്ല എൻ്റെ മൈൻഡിലിപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിലും ബട്ട് എനിക്കില്ല. കുട്ടിയാണ് സ്വഭാവം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡീസിനെ കുറിച്ചാലോ ഇതുവരെ ഒന്നും പറയാതെ ഇത് ഫൺ ഗെയിമാണ് കേട്ടോ, ഒന്നും സീരിയസ് അല്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. സോ അങ്ങനെ പറയാത്ത കാര്യമൊന്നുമില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഷുവർ. നീ എന്നെ ട്രൂത്ത് ഞാനും ട്രൂത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, നോ പ്രോബ്ലം. Tell me that one thing that you need to question. Sorry. Most expensive thing that you buy recently buy ചെയ്തതാണ്. എനിക്ക് കിട്ടിയതാവാം. That you regret. ഇതായിരുന്നു അതിൻ്റെ പൂർത്തിയുള്ള ചോദ്യം. Most expensive thing that you buy or purchased yourself അല്ല, അതായത് കിട്ടിയതായാലും അല്ലെങ്കിൽ നീ വാങ്ങിച്ചതായാലും എങ്ങനെയായാലും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയത് എൻ്റെ ഫോണാണ്. എനിക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ ഫോണാണ്. അതിനപ്പുറം എനിക്കിപ്പോൾ ഞാൻ നാട്ടിൽ പോയി, അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന മൈഫോൺ. ആരെങ്കിലും പറയുമോ ഈ കുട്ടിയോട് തയ്യാറെടുക്കാൻ? കുറച്ച് ഓടണ്ടേ? ഇപ്പോഴേ ഓടാന്ന് വെച്ചാൽ ഞാൻ മൗണ്ടൈനിൽ കുടിച്ച് തീരണം. ഇത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം. ട്രൂത്ത്
Who do you text the most? Me right now means ഈ ഒരു സമയത്തിലൊക്കെ me. എക്സാക്ട്ലി ഞാൻ രാവിലെ എണീച്ച പാട് ഗുഡ് മോർണിംഗ് സംതിങ് ലൈക്ക് ദാറ്റ് ഹായ് ഹലോ ഇന്ത്യയിലായിട്ട് രാവിലെ ഞാൻ ബിസി ആണെങ്കിലോ ഗൈസ് ഇവരുടെ മെസ്സേജ് കാണാം. എണീച്ച പാട് ഞാൻ അയക്കും. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവളുടെ മെസ്സേജ് ഉണ്ടാവും നോക്കട്ടെ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ മോസ്റ്റ് ടൈമിൽ ഞാൻ മെസ്സേജ് അയക്കാറുള്ളത്. പിന്നെ ഡ്യൂട്ടിക്ക് പോയാലും അമ്മ കഴിക്കും, ഡ്യൂട്ടിക്ക് പോയാലും അമ്മയ്ക്ക് അയക്കും. അത് വേണ്ടിയതാണ് ഗൈസ്. ഒന്നുമില്ല, ചുമ്മാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അമ്മ എന്താ ചോദിച്ചിട്ട് അയക്കും. മോസ്റ്റ്ലി ഞാൻ അവർ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നതായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയെന്ന് തരില്ല, വർത്തമാനം പറയാൻ പറ്റിയെന്ന് തരില്ല. അതുകൊണ്ട് പോയതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കും. കറക്റ്റ് ആൻസർ. It's very simple question. Rate my personality. Rate my personality. Your personality. എന്താ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരു കുഴപ്പം? ഇത്ര നല്ല ഫ്രണ്ടിനെ നീ പാപ്പസിരിക്കണം. അതെ ലിറ്ററലി കറക്റ്റ്. ശരിക്കും പേഴ്സണാലിറ്റി out of 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ ഗൈസ്. 10 കൊടുക്കാൻ ഗൈസ്. നീ എനിക്ക് എത്ര കൊടുക്കും? 10 because you are my good friend, you know. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ലൈക്ക് അവന്തിക്കേനാണെങ്കിലും ഫസ്റ്റ് പരിചയപ്പെട്ടെന്നുണ്ടെങ്കിലും കൂടുതൽ കമ്പനി ആയതുകൊണ്ട് നിന്നാടാ, കമ്പനി ആയത് ക്ലോസ് ആണ് പറയാം. യു ഗൈസ് അവന്തിക്കല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പറയാണ്, ആൻഡ്രയായിട്ടാണ് എനിക്ക് നല്ല ക്ലോസ് ആയിട്ട് കുറേ തവണ നമ്മൾ പുറത്ത് വന്നു, അവിടെ എൻ്റെ വീട്ടിലാണ്. സോ നെക്സ്റ്റ് ട്രൂത്ത് ഓർക്കെ ഇനിയൊക്കെ ഒരു ഡയറക്റ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ ഇല്ല നീണ്ടത് കഴിഞ്ഞാൽ ഇല്ല കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ചൂസ് ചെയ്യാം. ട്രൂത്ത് നമ്മൾ എത്ര മണിക്ക് നമ്മൾ 3 മണിക്ക് വന്നത് എത്ര കിട്ടും? 5 മണി. ഇനി ഞാനല്ല അല്ല നീ ഇന്ന് റേറ്റ് മൈ പേഴ്സണാലിറ്റി. ഇനി നീ ഒരു Q&A സെഷനായിട്ട് എടുക്കല്ലേ? ട്രൂത്ത് ഒരു Q&A സെഷൻ. ചോദിക്കട്ടെ, ഇഫ് യു ഫൗണ്ട് 50 dirhams on the floor, what would you buy? എന്ത് വാങ്ങും? 50 dirhams on floor എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് എ പബ്ലിക് സ്പേസ്, ഇതേപോലത്തെ ഒരു കഫേ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലമാണെങ്കിലോ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അല്ല ഓൾറെഡി നീ എടുത്തു, ഇനി നീ എന്ത് വാങ്ങുന്ന അത് പറയാൻ. നീ എടുത്ത് നിന്റെ പോക്കറ്റിലാക്കി വെച്ചോ. ഇനി എന്താ നീ ചെയ്യാൻ പോലെ അത് വെച്ച് എന്ത് വാങ്ങും? അപ്പം എനിക്ക് തോന്നുന്ന സംഭവമായിരിക്കും. അല്ലാതെ ഞാനിപ്പോൾ ഒരു 50 dirhams ഇന്ന സാധനം വാങ്ങിക്കുന്ന പ്ലാൻ വെച്ചില്ല. അവിടെ നല്ലൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടെങ്കിൽ അവിടെ പോകും, എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കും. അല്ലാതെ ഇന്ന സംഭവം ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത്രയും നേരം നമുക്ക് ട്രൂത്ത് തന്നെ എടുത്ത് മിക്കവാറും നമ്മൾ ഡ്യൂ കുടിച്ച് ലാസ്റ്റ് 6 മണിയാവും. എന്നിട്ട് പിന്നെ നമ്മൾ ഡയർ കളിക്കണം, വീട്ടിൽ പോവാൻ വീട്ടിൽ പോയിട്ട് ഡയർ കളിക്കാം. ട്രൂത്ത്. അതെ, ഈ ക്വസ്റ്റ്യൻസ് ആൻഡ്രിയയുടെ സിസ്റ്റേഴ്സിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഡെഡിക്കേഷൻ. What's the thing that you like most about your sisters? സിസ്റ്റേഴ്സ് ഇത് കാണണം, സ്നേഹ ചേച്ചി, ഉറപ്പായിട്ടും കാണണം. സ്നേഹ ചേച്ചി, പിന്നെ ഷാരോൺ ഷാരോൺ ചേച്ചി. ചേച്ചി ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോ എന്താ ഞാൻ അവരെ പറ്റി പറയുന്നത്? അവരൊന്നും നോക്കാതെ എന്നെ സ്നേഹിക്കും. എത്ര വേണമെങ്കിലും എന്നെ സ്നേഹിച്ചോളൂ. സ്നേഹം അതിമറിച്ച് തരും. I wish to have a big brother. ഞാനുണ്ട് സിസ്റ്റർ ബിഗ് സിസ്റ്റർ. നമ്മുടെ ഫ്രണ്ട്സ് ഗാങ്ങിൽ ആൻഡ്രയാണ് ബിഗ് സിസ്റ്റർ. ഓഫ് കോഴ്സ് ഇല്ല ഗൈസ്. അതെ, ഇനി ഞാനാണ് നിന്നോട് ചോദിക്കുന്നത്, നീയാണ് എന്നോട് ചോദിക്കുന്നത്. ഓക്കെ, ട്രൂത്തോടെ ഇതൊക്കെ ഇരുന്നില്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് ഫണ്ണി ആക്കിയാലോ ഗൈസ്?
എനിക്കിത് ചോദിക്കാൻ ഭയങ്കര ഫണ്ണ് തോന്നുന്നു. ഫണ്ണായിരിക്കില്ല, ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹാവ് യു ഫാർട്ടഡ് ഇൻ പബ്ലിക്? ഹാവ് യു ഫാർട്ടഡ് ഇൻ പബ്ലിക്? Flirted? Fart? Means? Continue, guys. No. 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 Never. Never. Correct. Good girl. Next. It was a creepy question. It was funny question, not creepy. Okay, truth or dare? Truth. ഇത് തീരുന്ന ആരാ truth? Okay. Who's the person that you love more except your parents and sisters? My friends. My friends. Good point. Good answer. Every time parents will be the first, obviously, all the time. അത് കഴിഞ്ഞിട്ട് Except the വരികയാണെങ്കിൽ parents and sisters. friends will come. നീ truth or dare? ഞാൻ തന്നെ പറയാം truth. ഇനി അത് ചോദിച്ച് മടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രൂത്ത് മാത്രമല്ല കളി. വേറുണ്ട് ഇവളെന്തോ എനിക്ക് പണിക്കുന്നുണ്ടെന്ന് എനിക്ക്. നമ്മൾ ഈ ഡ്യൂ കുടിച്ച് കഴിഞ്ഞാൽ ട്രൂത്ത് കളിക്കാനുള്ള രാഷ്ട്രമാണ്. Have you ever lied that you took a bath? Have you ever lied that you took a bath? അതെ, നീ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? കുളിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതാ ഞാൻ ചോദിച്ചാൽ കുളിക്കുന്നതിനെ കുറിച്ചാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുളിച്ചിട്ടുണ്ടെന്ന്, കുളിക്കാതെ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടെന്ന് കള്ളത്തരം പറഞ്ഞു. Honesty, guys. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെ. ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ടാകുമല്ലോ എന്നെ പോലെ. ഞാൻ പറയുന്നില്ല എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് പേര്. യെസ് ഗൈസ്, നമ്മുടെ സൊസൈറ്റിയിൽ പലവരും അങ്ങനെയാണല്ലോ. അത് ഒരു ഫൺ ക്വസ്റ്റ്യൻ ആണ്. ഇനി എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ട്രുത്ത് ഓർ ഡെയർ എന്ന് പറയുന്നില്ല, എല്ലാം ട്രുത്ത് ഇത് കഴിയുന്നവരെ. ഫിനിഷ്. എന്താ കുറച്ചും കൂടെ ഉണ്ട്. എന്താ എനിക്ക് ഇത്രയും ലേറ്റ്? അതിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാം. സ്റ്റാർബക്സിൽ ഇരുന്നിട്ട് മൗണ്ടൈൻ ഡ്യൂ കുടിക്കുന്ന ഏക വ്യക്തികൾ നമ്മളായിരിക്കും. സ്റ്റാർബക്സിൽ ഇരുന്നിട്ട് മൗണ്ടൈൻ ഡ്യൂ കുടിക്കുന്ന ഏക വ്യക്തികൾ നമ്മളായിരിക്കും. യെസ് ഗൈസ്, ഇതിൽ വേണേ ആനും ഇതിൽ ദൈവമെന്നും വേണേ പേര് ചെയ്താൽ എന്നിട്ട് സ്റ്റാർബക്സ് കപ്പ്. ശരിക്കും നമ്മളിവിടെ സ്റ്റാർബക്സിലാണത്, ബട്ട് വി ആർ ഹാവിങ് മൗണ്ടൈൻ ഡ്യൂ. കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ട്രുത്ത് ഒന്ന് തീർക്കായിരുന്നു. പിന്നെ ട്രുത്ത് ഓർ ഡെയർ വേണ്ടല്ലോ. ഡെയർ മാത്രം പറയും. ഞാൻ ചോദിച്ചല്ലോ. ഞാനാ നീ ചെക്ക് ചെയ്യും. What's the most creepy thing that you did in your life when your mommy is on her night shift? Oh, night shift. I don't do anything creepy except looking phone. I don't do anything creepy. Creepy എന്ന് പറഞ്ഞാൽ മദറൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തോട്ടല്ലേ നമ്മൾ ഇറങ്ങുക. അങ്ങനത്തെ ഒന്നും ഞാനൊന്നും ചെയ്യാറില്ല. അല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ഫോൺ നോക്കും. അല്ലാതെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. Have you ever pretended not to see someone you know in the mall? നിനക്കറിയാവുന്ന ഒരാളിനെ കണ്ടിട്ട് മനസ്സിലായി. ഇതുവരെ ഞാൻ ആലോചിക്കട്ടെ. മോളിലല്ല, ഏതെങ്കിലും ഷോപ്പ് വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മളെ ക്ലാസ്മേറ്റിനെ കണ്ടിട്ട് ഞാനും ഇവിടുത്തെ സ്കൂളിൽ യു എയിൽ ഞാൻ സ്കൂളിൽ വന്നതിന് ശേഷം അവിടെ ഒക്കെ സെറ്റായി അങ്ങനെ പുറത്തു പോയപ്പോൾ നമ്മളെ ക്ലാസ്മേറ്റിനെ കണ്ടപ്പോൾ അപ്പത്തെ ക്ലാസ് ഓക്കെ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ഞാൻ
ഞാനല്ലേ നിന്നോട് ഇപ്പൊ ചോദിച്ചത്. ഞാനല്ലേ ഇത് നിന്നോട് ചോദിക്കാൻ. What is the most embarrassing thing you have searched on your phone? First ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് മനസ്സിലായി. What is the most embarrassing thing you have searched on your phone? Most embarrassing. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും സബ്ജക്റ്റുള്ളത്. ഇതുകൂടെ കഴിഞ്ഞാൽ എത്രയാ കുറേ കക്ഷി കാര്യം കുപ്പി നമ്മളെ വയ്ക്കുന്നത്. നമുക്ക് എൻ്റെ ഒരു ലാസ്റ്റ് ഒരു 2 ചോദ്യത്തിൽ നമുക്ക് അവസാനിക്കാം. അതായത് ട്രൂത്ത് അവസാനിപ്പിക്കാം. യെസ്, ഞാൻ പലതിൻ്റെ മീനിങ്ങുകൾ നോക്കാറുണ്ട്. എന്താ ChatGPT ഉണ്ടോ? എൻ്റെ ChatGPT നോക്കിയാൽ കോമഡി പെന്നല്ലേ നീയല്ലേ ഇത് നോക്ക്. ഞാൻ ചിലതിൻ്റെ ഒക്കെ പ്രൊനൗൺസിയേഷൻ നോക്കാറുണ്ട്. കറക്റ്റാണ്. അത് ഒരു എംബാരസിങ് തിങ്ങായിട്ട് കൂട്ടാൻ പറ്റുമോ? ജസ്റ്റ് സെർച്ച് ഇട്ട് അതാണ് അവൾ പറയുന്നത്. അല്ലാതെ വേറെ ക്രീപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ എംബാരസിങ് ആയിട്ടുള്ള തിങ്ങൊന്നും അവൾ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഐ ഹാവ് നോട്ട് സെർച്ച് എനിത്തിങ്. ക്രേസി ഗെയിംസ്. ക്രേസി ഗെയിംസ് അതൊരു വെബ്സൈറ്റാണ്. ഗെയിം കളിക്കാൻ പറ്റും. ഫ്രീ ഗെയിം കളിക്കാൻ പറ്റുന്ന മറ്റേ ഫ്രിബ് പോലത്തെ ഫ്രിബ് പോലത്തെ ഒരു വെബ്സൈറ്റാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല ഈ വീഡിയോസിനൊക്കെ കോപ്പിറൈറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ ആൾ തിരിച്ചും പാട്ടാണ് ഈശ്വര കോപ്പിറൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് 2 ചോദ്യം. നീ ചോദിച്ചിട്ട് ഞാൻ ചോദിക്കാമല്ലോ. നീ ചോദിക്കാൻ ഞാൻ ചോദിച്ചിട്ട് നീ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ചോദിക്കും ലാസ്റ്റ്. അതോ നീ പിന്നെ നിനക്ക് പിന്നെ ഉണ്ടോ ഒരു ചോദ്യം കൂടെ ഉണ്ടോ? എത്ര ചോദ്യം ഉണ്ടാക്കി? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി? നീ പറഞ്ഞില്ലേ 9. ഞാൻ 9 ക്വസ്റ്റ്യൻ ചോദിച്ചു. Who was your first crush and do you still talk to them? ഇല്ല. Next question. What is the most ridiculous thing that you have been done in public? What is the most ridiculous thing that you have been done in public? പബ്ലിക്കിൽ ഞാനിങ്ങനെ ചുമ്മാ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്നെ ആൾക്കാർ വന്നിട്ട് എന്നോട് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ ഡാൻസ് കളിച്ചതിനെ പറ്റിയിട്ടായിരുന്നു. ബട്ട് അല്ല, ചുമ്മാ ഡാൻസ് കളിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് എന്നെ പറ്റി ഡാൻസ് കളിച്ചതിനെ പറ്റിയിട്ട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. Okay. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഇഫ് യു കുഡ് സ്വാപ്പ് ലൈഫ് വിത്ത് വൺ ഫ്രണ്ട് ഹിയർ ഫോർ എ ഡേ, ഹൂ വുഡ് ഇറ്റ് ബി ആൻഡ് വൈ? For a day. ഒരു ഡേ മൊത്തം നിനക്ക് ആരെങ്കിലും Friend. തന്നെയാണ്. നിന്നിഷ്ടം എന്നാ ഫ്രണ്ട് തന്നെ വന്നു. ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല. ഇപ്പൊ ഫ്രണ്ട് അല്ല വേറെ സെലിബ്രിറ്റി പറയാം. ഫ്രണ്ട് അല്ല വേറെ ആണെന്നുണ്ടെങ്കിൽ UAE ക്വീൻ ഷെയ്ഖ് മഹറ അല്ലേ? അതല്ലേ? യെസ് യെസ് ഷെയ്ഖ് മഹറ. എനിക്ക് ഫുൾ നെയിം അറിയില്ല, ബട്ട് ഷെയ്ഖ് മഹറ. അവരായിട്ട് ഞാൻ സ്വാപ്പ് ചെയ്യും. ഫ്രണ്ടാണ്. ഇഫ് ഇറ്റ് ഈസ് ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻഡ്രിയ ഞാനായിട്ട് സ്വാപ്പ് ചെയ്യും. ലാസ്റ്റ് ആണോ ഇനിയുണ്ടോ? ഞാൻ ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ. എന്താ നിനക്ക് What's the most special thing that you like or felt about? അബൌട്ട് യു? Yeah, about me. ഞാൻ ഒന്നുകൂടെ വായിക്കാം. What's the most special thing that you like or felt about me? നല്ലോണം ആലോചിച്ച് വേണം. പല നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, പല നല്ല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് വേണം പറയാൻ. ഷീ ഈസ് സോ ഫ്രണ്ട്ലി ഫ്രം ദ ബിഗിനിങ്. ആദ്യം മുതൽ ഇവളെ കണ്ട മുതൽ ഷീ വാസ് ഫ്രണ്ട്ലി വിത്ത് വി ഹാഡ് കോണ്ടാക്ട്സ്. നമ്മൾ കോണ്ടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ആദ്യം മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ തന്നെയായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചെടുത്തും കളിച്ചും ഒക്കെ നമ്മൾ
പിന്നെ നമുക്ക് രണ്ടാൾക്കും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, ഒത്തിരി സിമിലാരിറ്റീസ്. വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള പോലെ എനിക്കും ഡാൻസ്. ഇവരുടെ ഡാൻസിന്റെ വീഡിയോയിലൊന്നും ഞാൻ വന്നിട്ടില്ല, ബട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഒത്തിരി സിമിലാരിറ്റീസ് എന്തായാലും നമ്മൾ ഒരെണ്ണം ചെയ്യും. ആക്ച്വലി ഞാനെന്ന് വിചാരിച്ചത് തിരക്കൊന്നും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീഡിയോ ഒരു ഡാൻസ് നടന്നില്ല. ഇപ്പോൾ മൊത്തം തിരക്കാണ്. വൈകുന്നേരം ഇപ്പോൾ 5:13 ആയി, നല്ല തിരക്കാണ്. അങ്ങനെ ഡെയർ കളിച്ചാലും ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ എന്താ ലാസ്റ്റ് ദിവസം ഇഷ്ടപ്പെട്ട കാര്യം ഫെൽറ്റ് അബൌട്ട് മീ. എന്ത് പറയില്ല, ഞങ്ങളും എല്ലാവരും പറയും ഞാൻ ആദ്യം കാണുമ്പോൾ ഭയങ്കര ബട്ട് അതെനിക്ക് ഇട്ടും തോന്നിയില്ല. ശരിക്കും പറയാൻ എന്നെ കുറേ പേര് കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും നിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നാണ് വിചാരിച്ചത്, ഭയങ്കര ജാടയാണെന്നാണ് വിചാരിച്ചത്. ബട്ട് ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. എന്നെ ശരിക്കും മനസ്സിലാക്കിയവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. ചിലപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ബട്ട് പരിചയപ്പെട്ടതിന് ശേഷം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? സോ നമ്മളെ ട്രൂത്ത് സെഷൻ അങ്ങനെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുന്നു. ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു Q&A നടക്കാം. ഇനി ഡെയർ മൊത്തം ഡെയർ, ഇനി മൊത്തം നമ്മൾ ഡെയർ ചെയ്യാനാണ് പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഇനി ട്രൂത്ത് ഇല്ല, ഇനി ആർക്കും ട്രൂത്ത് ലൈഫ് ലൈൻ ഇല്ല. ഇനി ആര് സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചാലും ഫസ്റ്റ് ഞാനായിരിക്കും ഡെയർ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ട്രൂത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ഡെയർ സ്റ്റാർട്ട് ചെയ്യും. ഡെയർ എനിക്ക് തന്ന് സ്റ്റാർട്ട് ചെയ്യോ അതോ സ്റ്റാർബക്സിൽ നമുക്കിനി ഇറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർബക്സിൽ ഇരുന്നിട്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായത്. നമ്മൾ വിചാരിച്ചത് ആദ്യം നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. ബട്ട് ചില സ്ഥലത്തൊക്കെ പോയാൽ അവർ പറയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു ആൻഡ് അവർ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു. സോ നമ്മളെ ട്രൂത്ത് സെഷൻ കഴിഞ്ഞു. ഇനി ഡെയർ സെക്ഷൻ. അതെ, അവിടെ ഇരിക്കാൻ എവിടെയോ കണ്ടാ ഇല്ല. ഇനിയെല്ലാം ഓടലാ. ദേവ് പറയുന്ന അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനി എല്ലാം ഓട്ടമാണ്. യെസ്. സോ ഫസ്റ്റത്തെ ട്രൂത്ത് സെഷൻ ഞാൻ ചോദിക്കാം. ട്രൂത്ത് അല്ല, ട്രൂത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് വരും. ഓക്കെ, ഇതാണ് നമ്മളെ സ്പേസ്. ഓക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കാം. ഫസ്റ്റ് പറ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനെങ്കിലും കിട്ടുവാണെങ്കിലല്ലേ നമുക്ക് എങ്ങനെയുണ്ട് ഇനി ക്വസ്റ്റ്യൻസ് മാറുക എന്ന് മനസ്സിലാവുന്നുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ഐ ആം എക്സൈറ്റഡ് ആവാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആണോ എന്ന് നോക്കട്ടെ ആദ്യം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിനക്ക് ഇഷ്ടാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, ബട്ട് എല്ലാം ഇഷ്ടാവില്ലോ. ഫ്രം ഹിയർ from here make 2 persons subscribe my YouTube channel right now. Is that possible? നല്ല ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാം. ഓക്കെ, തിരിച്ചു വരുന്നു. എന്തേ ഞാൻ അതിലൊരു റെഡ് ടീഷർട്ട് ഇട്ട് വെക്കുന്നുണ്ടായി. സോ ഐ തോട്ട് കസ്റ്റമർ, ഹി വാസ് എ കസ്റ്റമർ, ഹീസ് എ കസ്റ്റമർ. പക്ഷേ കസ്റ്റമർ അല്ല, അത് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ നമുക്ക് വേറെ ആളെടുത്ത് പോയി ചോദിക്കാം. ഈ അവൾ എന്നെ ചൂണ്ടിക്കാണിച്ചു. അവിടെ പോയിട്ട് അവളെന്തോ പറഞ്ഞു, ബട്ട് അവൾ എന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാനിവിടെ മാറി നിന്നു. ബട്ട് ഇനി അവൾ തരുന്ന ക്വസ്റ്റ്യൻസ് എത്ര ക്രീപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എനിക്കറിയില്ല. ലെറ്റ്സ് സീ. അയ്യോ, അങ്ങനെ ഞാൻ ഇവൾക്ക് സക്സസ്ഫുള്ളി ഒരു സബ്സ്ക്രൈബറിനെ കൊടുത്തിരിക്കുന്നു. നല്ലൊരു അങ്കിളായിരുന്നു, മലയാളി അങ്കിളായിരുന്നു. ഇതെ മലയാളി അങ്കിളായിരുന്നു. അങ്ങനെ അങ്കിളോട് പറഞ്ഞു ആ സ്റ്റാർ സിനിമ ഒന്ന് കാണിച്ചു തരും. സ്റ്റാർ സിനിമ ഞാൻ ഓൾറെഡി കാണിച്ച്. അങ്ങനെ നമ്മൾ ഒരു സബ്സ്ക്രൈബറിനെ എന്തായാലും കൊടുത്തിരിക്കുന്നു. ഇനി ഞാൻ നിനക്ക് തരാൻ. ആസ്ക് എ ഷോപ്പ്കീപ്പർ ഇഫ് ദേ സെൽ ഇൻവിസിബിൾ ഷൂസ്. Ask a shopkeeper if they sell invisible shoe. ഏതെങ്കിലല്ല, നീ പോയി ലുലുയുടെ ഷോപ്പ്കീപ്പറിനോട് പോയി ചോദിക്കണം if they sell invisible shoe. Are you kidding me? No, I am not kidding you. Okay, Baboga. Do you sell invisible shoes? I got a bear question. So, do you sell invisible shoes?
This is my day. Thank you so much. ചോദിച്ചു താങ്ക് യു. താങ്കൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ ചോദിച്ചു അവരോട് ഞാൻ പറഞ്ഞു ഇതൊരു ഡെയർ ആയിട്ട് വന്നതാണ്. അത് ഞാൻ ചോദിച്ചു അങ്ങനെ തന്നെ ഞാനും പറഞ്ഞു. ഡു യു സെൽ ഇൻവിസിബിൾ ഷൂസ്? നോ നമ്മൾ ഓക്കെ താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെയറിലോട്ട് മൂവ് ചെയ്യാം അല്ലേ? ഞാൻ പറയാം ടെൽ ടു വൺ ലേഡി ദാറ്റ് യു ആർ പ്രെറ്റി ആസ് എ ബാർബി ഡോൾ. ഇതാണ് ഡെയർ. ഓക്കെ. ഞാൻ പിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു ഷോപ്പ് കീപ്പറിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ യൂണിഫോമിൽ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ നോ പ്രോബ്ലം. അവൾ ചോദിച്ചു. സോ യു നമുക്കിനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ ആ ക്ലിപ്പ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ യാ ഈ ജയിച്ചു. ഡെയർ കംപ്ലീറ്റഡ് ഗൈസ്. ഞാൻ അങ്ങനെ പോയി അവള് പറഞ്ഞു. ഇനി അടുത്തത് എൻ്റെ അത് Pretend to be a lost tourist and ask for directions to a made up place. ടു A made up place. മേഡ് പ്ലേസ്. Made up place. Every ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ പുറകിൽ നമ്മളിങ്ങനെ ഓരോ ഷോപ്പുകൾ ഇങ്ങനെ ഡെയർ അവള് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അവർ മലയാളിയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന സാധനം ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പറയില്ല ഇല്ല. സോ യാ ഡെയർ കംപ്ലീറ്റഡ്. ആസ്ക് 3 strangers for autograph. പേപ്പറും പേന എന്താ അതിനായിരിക്കും അല്ലേ നീ പേപ്പറും പേനയായിട്ടൊക്കെ നടന്നേ? യെസ്, അതിനാണ് പേപ്പറും പേനയും എടുത്തിട്ട് വന്നത്. അവൾ പോയി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരാള് അവള് ഓട്ടോഗ്രാഫ് ചെയ്ത് കാണിച്ചാൽ എനിക്കാണെങ്കിൽ സൈൻ ആയതുകൊണ്ട് സൈനാന്ന് പറയാൻ പറ്റത്തില്ല. അത് സൈൻ ആയതുകൊണ്ട് ആർക്കും കാണിച്ചു തരുന്നില്ല. അപ്പം സൈൻ കിട്ടി ഒരാളെടുത്ത്. ഇനി അടുത്ത ആളെടുത്ത് പോയി ചോദിക്കാം. സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് ഒരു ആൻറ്റി എഴുതി തന്ന വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു. രണ്ടെണ്ണം പോരെ? നീ നെക്സ്റ്റ് ഡെയർ. ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല. സോ 2 ആൾക്കാർ ഓട്ടോഗ്രാഫ് നമ്മൾക്ക് കിട്ടി. സോ അത് അവൾ വിൻ ചെയ്തു. Try to get free sample from any shop. ഫ്രീ സാമ്പിൾ ഫ്രം എനി ഷോപ്പ്. Yes, free sample from any shop. ഒരു ഷോപ്പ് എന്ന് പറയാം. ഒരു ഷോപ്പിൽ നിന്ന് മതി. ഓക്കെ. Dairy complete. Dairy complete. So I got a chocolate from the uncle. Thank you so much. Okay. So ഇതാണ് എനിക്ക് കിട്ടിയ ചോക്ലേറ്റ്. Try on the weirdest hat or sunglasses you can find and model it like you are on a runway. Try ചെയ്യാം. മാക്സ് എന്തി മാക്സ് നേരെ കിട്ടും. മാക്സിൽ പോകാം. മാക്സ്. സോ നമ്മൾ മാക്സിലെത്തി. നമുക്ക് കയറാം. ഫുള്ളി അവളങ്ങനെ ക്യാപ്പ് കണ്ടുപിടിച്ച്. ഓക്കെ, അവൾ എവിടെ പോകും? ഗുഡ്. സോ യാ അങ്ങനെ എനിക്ക് അവൾ ഒരു ഡെയർ കൂടെ തരും. അത് കഴിഞ്ഞ് നമ്മൾ ഡെയർ സെഷൻ കംപ്ലീറ്റ് ആയി. അവൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എൻ്റെ ഫോണിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഓൺലൈൻ സ്റ്റാറ്റസ് അല്ല സ്റ്റോറി ആയിരുന്നു. Go to the food court and loudly say, "Wow, smells amazing." ഞാൻ ഓൾറെഡി
ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് എനിക്ക് സാമ്പിൾ തരുമോ ചോദിച്ചു. അന്നേരം അവർ എനിക്ക് ഒരു ചോക്ലേറ്റ് എടുത്താണ്. അപ്പം ഞാൻ വീണ്ടും ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് പറയണോ അന്ന വാക്ക് ഇൻ ടു എ സ്റ്റോർ എന്നിട്ട് വേവ് ടു എ റാൻഡം പേഴ്സൺ ആൻഡ് ലീവ് ഇമ്മീഡിയറ്റ്. ഒരാളിനെ ഹായ് കാണിച്ചിട്ട് വേഗം ഇറങ്ങി ഓടണം, അല്ലെ എന്ത് ലുക്സ് ചെയ്ത് അവിടെ നിന്ന് മാറും. ലാസ്റ്റ് ഡേ ഇന്നത്തെ എൻ്റെ ഇതൂടെ ചെയ്യും. ഇല്ലില്ല, എനിക്കിത് എൻ്റെ ലാസ്റ്റ് ഡെയർ, എൻ്റെ ഫോണിൽ ഡെയർ കഴിഞ്ഞു. അല്ല ഹായ് പറഞ്ഞിട്ട് വേറെ ആസ്ക് എ സ്റ്റോർ എംപ്ലോയി ദേ ഹാവ് സീൻ യുവർ പെറ്റ് ഗോൾഡ് ഫിഷ്. ഇതിനി മാറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഫുൾ ഡെയർ ആൻഡ് ട്രുത്ത് ആൻഡ് ഡെയർ എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളിനി പെട്ടിയും കിടക്കെല്ലാം എടുത്ത് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിനി പോവുകയാണെങ്കിൽ കാലത്തിന് ശേഷം ലുലുവിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും ഞാൻ അവരോട് ചോദിച്ചേ, അവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ഞാൻ പറഞ്ഞ ഒരു ഡെയർ ആണ് എൻ്റെ ഫ്രണ്ട്. എനിക്ക് അത് കണ്ടിട്ട് നീയാണ് വീഡിയോ നോക്കിയിട്ട് ഞാനത് പറഞ്ഞു. എനിക്ക് നല്ല ചിരി വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ബാഗിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവൾ എനിക്കൊരു ഡെയർ തന്നു, ഇങ്ങനെ ഒരാളോട് എൻ്റെ പെറ്റ് ഗോൾഡ് ഫിഷിനെ കണ്ടോന്ന് ചോദിക്കുന്നത്. അതൊക്കെ അവർ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് ടൈം. അയ്യോ, നമുക്ക് ഇവിടെ ഒന്ന് കയറാം. ഭയങ്കര പ്രഷ്യസ് തന്നെ ടൈമായിരുന്നു ഗൈസ്. നമ്മുടെ തന്നെ ടൈം പോയി. ഹി വാസ് വർക്കിംഗ്. അവർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പോയി ചോദിച്ചത്, അയ്യോ ഇതിൽ കയറാൻ പൈസ ആണോ? നമുക്കെന്തിനാ പൈസ? സോ നമ്മളങ്ങനെ എല്ലാ ട്രൂത്ത് ഓർ ഡെയർ സെഷൻ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓറഞ്ച് ഹബിലേക്കാണ് വന്നത്. അവിടെ ഇതേപോലെ കുറേ ഗെയിം കളിക്കാൻ, കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കളിക്കാനൊന്നും നിന്നില്ല, ബിക്കോസ് അപ്പോഴത്തേക്ക് തന്നെ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോയി. സോ ഓറഞ്ച് ഹബിൽ അവിടെ നമ്മൾ പൈസ ആദ്യം കാർഡിൽ കയറ്റിയിട്ട് വേണം കളിക്കാൻ. സോ അത് പോസിബിൾ അല്ലാതെ നമ്മൾ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഗൈസ് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമുക്ക് മിനിസോയിൽ പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം സാധനം വാങ്ങിച്ചു. മിനിസോന്ന് സാധനം വാങ്ങിച്ചു. ചെറുതായിട്ട് 2-3 ഫേസ് മാസ്ക് വാങ്ങി. ഇനി നമ്മൾ ഷീറ്റ് മാസ്ക്. എന്നിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് ഗൈസ് നമ്മൾ വീട്ടിൽ തിരിച്ചു പോവാണ്. ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഡെയർ 2 ഡെയർ, അതായത് 2 സബ്സ്ക്രൈബേഴ്സിനെ ആക്കണം എന്ന് പറഞ്ഞത് അത് തീർന്നിരിക്കുന്നു ഗൈസ്. അത് വേറൊരാള് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു ആരെയോ കോണ്ടന്റ് ക്രിയേറ്റർ ഇവളോട്. നമ്മള് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. മിനിസോ കയറിയിട്ട് നമ്മൾ 2 തവണ കയറി. അപ്പോൾ ഫസ്റ്റ് ടൈം അവർ ചോദിച്ചു, ഫസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈം പോയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അന്നേരം ഞാൻ പറഞ്ഞത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അന്നേരം അവർ ചോദിച്ചു പേരെന്താണ്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്തു. ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഡെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പറയാനാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗെറ്റ് ടുഗെദറൊക്കെ ഇവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആര് കാണുവാണെങ്കിൽ കമൻറ്റ് ഓൾസോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാം. ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ബൈ.